സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മോട്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സ്തോത്രം. കള്ള ഇടയൻ മരണമാണ് കൊണ്ടുവരുന്നത്, എന്നാൽ നല്ല ഇടയൻ ജീവനെ നൽകുന്നു. ഈ ജീവൻ നിത്യജീവനാണ്. ഒരാൾ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അത് ആരംഭിക്കുന്നു. യേശു തരുന്ന ജീവൻ ആത്മീയ ജീവനാകുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധി നിറഞ്ഞ ജീവൻ, അത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവനാകുന്നു. കർത്താവ് നല്ല ഇടയൻ. നല്ല ഇടയൻ തൻ്റെ ആടുകളെ സ്നേഹിക്കുന്നു. നല്ല ഇടയനായ യേശു തൻ്റെ സ്വന്തം ജീവനെ ആടുകൾക്ക് വേണ്ടി നൽകി. കൂലിക്കാരായ ഇടയന്മാരെക്കാൾ ആടുകളുടെ കാര്യത്തിൽ നല്ല ഇടയൻ വേണ്ടത്ര ശ്രദ്ധ നൽകുന്നു. ചില കള്ള ഇടയന്മാർ ചെന്നായ്ക്കൾ വരുമ്പോൾ ഓടിപ്പോകുന്നവരാണ്. സ്തോത്രം. എല്ലാ തലമുറയിലും സഭാ നേതാക്കളിൽ ചിലർ കൂലിക്കാരെ പോലെയാണ്. അവർ ആട്ടിൻകൂട്ടത്തിന് 1-ാം സ്ഥാനം നൽകാറില്ല. ക്രിസ്തുവിൻ്റെ സഭയുടെ ക്ഷേമത്തിന് അവർ മുൻതൂക്കം നൽകാറില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അതിൽ നിന്നും പിന്മാറുന്നു. അവർക്ക് സഭാ നേതൃത്വം ജീവൻ്റെ ഒരു മാർഗം മാത്രമാണ്. സ്നേഹം നിമിത്തമാണോ ഓർ പണത്തിന് വേണ്ടിയാണോ നാം ക്രിസ്തുവിനെ സേവിക്കുന്നത്, ഓർ ക്രിസ്തുവിനെ പിൻപറ്റിയിരിക്കുന്നത് എന്ന് നാം തന്നെ സ്വയം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവർ അത് ചെയ്യാറില്ല. നല്ല ഇടയൻ ആടുകളെ അറിയുന്നു, ആടുകൾ തങ്ങളുടെ ഇടനെയും അറിയുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ജനം ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് അവരും അറിയുന്നു. സ്തോത്രം. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം ദൈവവും പുത്രനായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അത്രയ്ക്കും അടുത്ത ആത്മീയ ബന്ധമാണത്. യേശു കർത്താവ് തൻ്റെ ആടുകളെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകുവാൻ ഒരുക്കമുള്ളവനാണ് യേശു കർത്താവ്. മറ്റൊരു ഇടയനും തങ്ങളുടെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുകയില്ല. കള്ളൻ ഓർ കള്ള ഇടയൻ മുടിപ്പാനും അറപ്പാനുമാണ് വരുന്നത്. ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുവാൻ വളരെ പ്രയാസമാണ്. ഈ കൂട്ടർ ആട്ടിൻതോൽ ധരിച്ച ചെന്നായ്ക്കളെ പോലെയാണ്. കള്ളന്മാരെക്കാൾ ഉപരി നാം സൂക്ഷിക്കേണ്ടത് കള്ള ഇടയന്മാരെയാണ്. കള്ള ഇടയന്മാർ വ്യാജ ഉപദേഷ്ടാക്കളും കള്ള ക്രിസ്ത്യാനികളുമാണ്. ഈ കൂട്ടരുടെ വഴി വിശാലമായതാണ്. ഇവരുടെ യാത്രയുടെ അന്ത്യം നാശമായിരിക്കും. ഇങ്ങനെയുള്ളവരുടെ ഉപദേശവും കൂട്ടായ്മയും സഹകരണവും വളരെ നല്ലതായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് രക്ഷയിലേക്കല്ല, നിത്യനാശത്തിലേക്കാണ് നയിക്കുന്നത്. നല്ല ഇടയനായ കർത്താവ് തൻ്റെ ആടുകളുടെ അടുക്കൽ വരുന്നത് അവർക്ക് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ്. കള്ള ഇടയന്മാർ മരണം കൊണ്ടുവരുമ്പോൾ നല്ല ഇടയൻ നിത്യജീവനെ നൽകുന്നു. നിത്യതയിലേക്ക് തന്നിൽ വിശ്വസിക്കുന്നവരെ നയിക്കുന്നു. നല്ല ഇടയൻ തരുന്ന ജീവൻ ദൈവസ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും നിത്യതയുടെയും ജീവനാണ്. സ്തോത്രം. രക്ഷ വിശ്വസിക്കുന്നവർക്ക് ഒന്നാമതായി ആത്മീയ സമൃദ്ധി നൽകുന്നു. രണ്ടാമതായി രക്ഷ വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നു. സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ
എന്നാൽ നാം പകലിനുള്ളവരായതിനാൽ വിശ്വാസവും സ്നേഹവും കവചമായും രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിപ്പിൻ. സ്തോത്രം. നാം ആത്മീയമായി ഉറങ്ങുന്നവരെ പോലെ ആകരുത്. വരുവാനുള്ള ദൈവക്രോധത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക്, വികാരങ്ങൾക്ക് അടിമപ്പെട്ട് സുബോധമില്ലാത്തവരെ പോലെ നാം ആയിത്തീരരുത്. നാം വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. എന്താണ് ഈ വെളിച്ചത്തിൻ്റെ ആയുധവർഗം? ഈ വെളിച്ചത്തിൻ്റെ ആയുധം അത് വിശ്വാസവും സ്നേഹവും കർത്താവിലുള്ള പ്രത്യാശയുമാണ്. വിശ്വാസവും സ്നേഹവും നമുക്കില്ലെങ്കിൽ നമുക്ക് പ്രത്യാശയില്ലെന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു പട്ടാളക്കാരൻ്റെ ആയുധവർഗത്തെക്കുറിച്ച് വിശ്വാസികളുടെ ആയുധങ്ങളോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നതിൽ അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 5:8 എടുത്തു പറയുന്നത്. രക്ഷയുടെ പ്രത്യാശ ശിരസ്ത്രമായും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായി ജീവിക്കുക. ഒരു വിധത്തിൽ നാം നേരത്തെ രക്ഷ പ്രാപിച്ചവരാണ്. അതിനാൽ ഇനി അതിനു വേണ്ടി ഇല്ലെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഒരു പക്ഷേ നാം. എന്നാൽ നമ്മുടെ പൂർണ്ണ രക്ഷ ഇതുവരെയും പ്രാപിച്ചിട്ടില്ല. അത് ക്രിസ്തുവിൻ്റെ വരവിങ്കൽ അതിനുശേഷം മാത്രമാണ് പൂർണ്ണ രക്ഷ അഥവാ പൂർണ്ണ സ്വർഗീയ അവകാശം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ പൂർണ്ണ അവകാശത്തിന് വേണ്ടി നാം പ്രത്യാശിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രത്യാശ മറ്റുള്ള അവിശ്വാസികളുടെ ആശ പോലെയുള്ളതല്ല. വിശ്വാസിയുടെ പ്രത്യാശ അസ്ഥിരമായ ഒന്നിനു വേണ്ടിയല്ല. അത് സുസ്ഥിരവും നിശ്ചയവുമാകുന്ന ഒന്നിലായിരിക്കണം. അത് നമ്മുടെ വീണ്ടെടുപ്പാണ്. സ്തോത്രം. അതായത് രക്ഷിക്കപ്പെട്ടവൻ്റെ പ്രത്യാശ അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേറ്റ് അവനോട് കൂടെ സദാകാലവും വസിക്കും എന്ന പ്രത്യാശ. യേശുവിൻ്റെ മഹത്വകരമായ സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം അപ്പോസ്തലനായ പൗലോസ് നാം വായിച്ച ഈ 1 തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 5:8 എടുത്തു പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവക്രോധത്തിനല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിത്യരക്ഷ പ്രാപിക്കാനാണ്. സ്തോത്രം. നമ്മുടെ നിത്യരക്ഷ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യവാസമാണ്. ഒന്നാമതായി രക്ഷ ആത്മീയ സമൃദ്ധി നൽകുന്നു. രണ്ടാമതായി രക്ഷ പ്രത്യാശ നൽകുന്നു. മൂന്നാമതായി രക്ഷ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള വരം നൽകുന്നു. സ്തോത്രം. ഒരു വ്യക്തി വാസ്തവമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ രക്ഷയുടെ ഫലം അവനിൽ ഉണ്ടോ എന്നറിയുവാൻ ഉള്ള ഏക അളവുകോല് അവന് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കഴിയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ പാപവും മ്ലേച്ഛതയും നിറഞ്ഞ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ നശിപ്പിക്കുവാനല്ല, അത് രക്ഷിക്കുവാനത്രേ. ഇത് ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. രക്ഷിക്കപ്പെട്ടവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ലെങ്കിൽ അവൻ പിൻപറ്റിയിരിക്കുന്നത് കർത്താവിനെയല്ല. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കം അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ വ്യക്തമാക്കുന്നത്, സ്തോത്രം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. ലോകത്തോടുള്ള ദൈവസ്നേഹമാണ് എല്ലാറ്റിൻ്റെയും ആരംഭം. കർത്താവ് ഈ ലോകത്തെ മുഴുവൻ സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു.
കർത്താവിൻ്റെ മാതൃക പിൻപറ്റിയിരിക്കുന്ന നാം രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ രക്ഷയുടെ ഫലം നമ്മളിൽ ഉണ്ടോ എന്ന് സ്വയം ശോധന ചെയ്ത് നോക്കിയാൽ മാത്രം മതി. കർത്താവ് ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു, യഹൂദന്മാരെ മാത്രമല്ല. കർത്താവ് കർത്തവരെയും വെളുത്തവരെയും പണക്കാരെയും പാവപ്പെട്ടവനെയും പണ്ഡിതനെയും പാമരനെയും പാവികളെയും ഒരുപോലെ സ്നേഹിക്കുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് പാപത്തെ സ്നേഹിക്കുന്നില്ല. സ്തോത്രം. പാപത്തെ ഉപേക്ഷിച്ച് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു. രക്ഷിക്കപ്പെട്ടെന്ന് അവകാശപ്പെടുന്ന നമ്മളിൽ ക്ഷമിക്കുന്ന സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ നാം നിത്യതയിൽ കാണും. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തണം. രക്ഷിക്കപ്പെട്ടവനിൽ നിന്നും പുറപ്പെടുന്ന 3 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. സ്തോത്രം. അത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. കർത്താവിൻ്റെ വരവ് വരെ വിശ്വാസവും പ്രത്യാശയും തുടരും. എന്നാൽ സ്നേഹം എന്നും ഉണ്ടാകും. സ്നേഹം നിത്യതയിലുമുണ്ട്. സ്നേഹം ഒരു നാളും നശിച്ചു പോകുന്നില്ല. രക്ഷ ആത്മീയ സമൃദ്ധി നൽകുന്നു. രക്ഷ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുന്നു. രക്ഷ സകലതും ക്ഷമിക്കുന്ന സ്നേഹം നൽകുന്നു. രക്ഷ സകലതും സ്നേഹിക്കുന്ന സ്നേഹം നൽകുന്നു. ആമേൻ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി ക്ഷമിക്കുന്ന സ്നേഹം കർത്താവിൽ നൽകുവാനും കർത്താവിലുള്ള വിശ്വാസവും പ്രത്യാശയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ആമേൻ.